ആശമാരുടെ സമരയാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. കായംകുളം പാർക്ക് മൈതാനിയിൽ നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് പ്രമോദ് പുഴക്കര ഉദ്ഘാടനം ചെയ്തു. AJ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ആശമാരുടെ സമരയാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. സമരയാത്ര ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിനെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഹാരമണിയിച്ചു. സമാപന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാനും കായംകുളം നഗരസഭാംഗവുമായ AJ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത പ്രഭാഷകനും ഇടതുപക്ഷ ചിന്തകനും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്വാഗത സംഘം ചെയർമാനും മുൻ MPയുമായ KS മനോജ്, KPCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് E സമീർ, അഡ്വക്കേറ്റ് A ത്രിവിക്രമൻ തമ്പി, അഡ്വക്കേറ്റ് തോമസ് M മാത്തുണ്ണി, A നിസാർ, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി തത്ത ഗോപിനാഥ്, ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് B ദിലീപൻ, അഡ്വക്കേറ്റ് O ഹാരിസ്, CS ഭാഷ, പാലമുറ്റത്ത് വിജയകുമാർ, AK സോമൻ, ഡോക്ടർ അഞ്ചേൽ രഘു, AIP ജില്ലാ സെക്രട്ടറി ഷിനു ജോർജ് കരൂർ, ആറ്റക്കുഞ്ഞ്, AM കബീർ, K പുഷ്പദാസ്, അഡ്വക്കേറ്റ് KG സുരേഷ് കുമാർ, P ഷാജഹാൻ, അഡ്വക്കേറ്റ് സാജു കുന്നത്ത്, N ഉദയകുമാർ, വായ വാസുദേവ്, സുജാത സരോജം, സുരേഷ് കുമാർ, ഓലകട്ടിയമ്പലം, ഷൗക്കത്ത് പറമ്പി എന്നിവർ സംസാരിച്ചു. ആശാ വർക്കർമാർ അവതരിപ്പിച്ച ആശാഭരിതം തെരുവ് നാടകവും വൈറ്റ് റോസ് കലാസംഘം അവതരിപ്പിച്ച ഗാനസദസ്സും നടന്നു. തുടർന്ന് ആശമാർ പാർക്ക് മൈതാനിയിൽ അന്തിയുറങ്ങി. ആശമാരുടെ ഓണററിയം വർദ്ധിപ്പിച്ച കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി കൂട്ടൂരത്ത്, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എങ്ങനെയാണ് കേരളം ഇതുവരെ കണ്ട സമരങ്ങളുടെ ഭാഗമാകുന്നത്, അതിന്റെ ചരിത്രപരമായ തുടർച്ചയാകുന്നത് ഈ സമരം എന്നതാണ് ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത ഈ സമരം എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ കേരള സമൂഹത്തിനോട് നാം നിരന്തരം പറയേണ്ടതുണ്ട്. ആദ്യത്തേത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിനൊക്കെ സമരമാണോ വഴി എന്നാണ് പിണറായി വിജയൻ ചോദിച്ചത്. ഈ സമരത്തിന്റെ എന്നല്ല, അതിനു മുമ്പും നിരവധിയായ വേദികളിലും സമരപ്രക്ഷോഭങ്ങളുടെ തെരുവുകളിലും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം സമരമല്ലാതെ മറ്റെന്താണ് വഴി എന്നുള്ളതാണ്. കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഇത് കേരളമാണെന്ന് പറഞ്ഞുകൊണ്ട് നാം ഉണ്ടാക്കി എന്ന് പറയുന്ന ഈ കേരളത്തെ ഈ കേരളമാക്കി മാറ്റിയ, നിങ്ങൾക്കും എനിക്കും ഒരേ വേദിയിൽ ഇരിക്കുന്നതിനും തമ്പ്രാൻ എന്ന് വിളിക്കൂല, പാളയക്കഞ്ഞി കുടിക്കൂല എന്ന് പറഞ്ഞ് സമരം ചെയ്ത ജാതി ജന്മി വിരുദ്ധ സമരങ്ങളുടെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഇടതുപക്ഷ സമരത്തിന്റെയും ഈ കായംകുളത്തിന്റെയൊക്കെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഓർക്കാവുന്ന പോലെ നിരവധിയായ രാഷ്ട്രീയ സമരങ്ങളുടെ തിളച്ചു പൊന്തുന്ന ചരിത്രമുള്ള നാടാണിതൊക്കെ. ഇതുപോലെയാണ് കേരളത്തിന്റെ ഏത് ജില്ലയിൽ നിങ്ങൾ പോയാലും മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി, സാമ്പത്തിക രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, തുല്യതയ്ക്കും സമത്വത്തിനും നീതിക്കും വേണ്ടി കേരളത്തിലെ മനുഷ്യർ നടത്തിയ നിരവധിയായ പോരാട്ടങ്ങളുടെ ബാക്കിയാണ് ഇത് കേരളമാണ് എന്ന് ഈ പിണറായി വിജയൻ അടക്കം നിരന്തരം പറയുന്ന കേരളം ഉണ്ടാക്കിയത് ഈ സമരങ്ങളിലൂടെയാണ്. അങ്ങനെ സമരങ്ങൾ നടന്ന ഒരു ചരിത്രത്തിന്റെ ബാക്കിയായി അതിന്റെ കൊടിയും പുതച്ച അധികാരത്തിൽ കയറിയിരുന്നുകൊണ്ടാണ് ഈ വ്യാജ ഇടതുപക്ഷത്തിന്റെ നേതാവ് ഈ കേരളത്തിൽ മിനിമം കൂലിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആയിരക്കണക്കിനായ ആശാ തൊഴിലാളികളോട്, സ്ത്രീ തൊഴിലാളികളോട് ചോദിക്കുന്നത് സമരമാണോ ഇതിനെല്ലാം വഴിയെന്ന്. നമ്മൾ അവരോട് പറയുന്നത് അതിനുള്ള മറുപടിയാണ് കേരളത്തിന്റെ തെരുവുകളിൽ തളരാത്ത മുദ്രാവാക്യങ്ങളും ഉണരുന്ന മുദ്രാവാക്യങ്ങളും ഉറക്കയുണരുന്ന രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് ചുരുട്ടി പിടിച്ച മുഷ്ടിയുമായി കേരളത്തിന്റെ തെരുവുകളിൽ കേരളത്തിന്റെ ഈ ദുരധികാരിയോട് കേരളത്തിൽ ആശാ തൊഴിലാളികൾ പറയുകയാണ് സമരമാണ് വഴി എന്നാണ് അവർ പറയുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും അവരുടെ കൊട്ടാരങ്ങളിൽ ചെന്നുകൊണ്ട് അതിനു മുന്നിൽ നിന്നുകൊണ്ട് പട്ടിണി ജാതിയും അതിനൊപ്പം അവരുടെ യാചനാപത്രങ്ങൾ നീട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് അല്പമെന്തെങ്കിലും തരൂ, ഞങ്ങൾക്ക് ഭിക്ഷ പോലെന്തെങ്കിലും തരൂ എന്ന് ചോദിക്കുന്ന തൊഴിലാളികളെയാണ് അവർക്ക് ആവശ്യം. അതല്ല, അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന, യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്ന് പിടിക്കുകയും പുതയ്ക്കുകയും നിങ്ങൾ ഇന്ന് പാറിക്കുകയും നിങ്ങളുടെ സുവർണ കൊട്ടാരങ്ങളുടെ മുകളിൽ വെറും അലങ്കാരം പോലെ പറത്തുകയും ചെയ്യുന്ന ആ ചുവന്ന കൊടിയുടെ യഥാർത്ഥത്തിലുള്ള ചരിത്രത്തിന്റെ അവകാശികളാണ് നിങ്ങളുടെ സർക്കാരിനോട് ചോദിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ഭിക്ഷാപാത്രങ്ങളായിട്ടല്ല നിങ്ങൾ
നിങ്ങളുടെ വീട്, നിങ്ങളുടെ കൊട്ടാരങ്ങൾക്ക് മുമ്പിൽ വന്നത് മറിച്ച അവകാശങ്ങൾക്ക് വേണ്ടിയാണെന്നാണ്. പിണറായി വിജയൻ മറന്നുപോയിരിക്കാം, പക്ഷെ തൊഴിലാളിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. പിണറായി വിജയൻ മറക്കുന്നതിൽ അത്ഭുതമില്ല. പിണറായി വിജയന്റെയും അയാളുടെ സർക്കാരിന്റെയും ഇന്നത്തെ കൂട്ടാളികൾ എന്ന് പറയുന്നത് അദാനിയെയും അംബാനിയെയും പോലുള്ള കോർപ്പറേറ്റുകളാണ്. വൻകിട യൂസഫ് അലിയെ പോലെയൊക്കെയുള്ള വൻകിട മുതലാളിമാരാണ്. അങ്ങനെയാണ് അദാനിയുടെ വികസനമാണ് പിണറായി വിജയന്റെ വികസനം. കേരളത്തിന്റെ വികസനം എന്നാ പറയുന്നത്. കേരളത്തിന്റെ വികസനത്തിന് വിഴിഞ്ഞം തുപ്പാക്കിയ ഒരു തുറമുഖമാണ് വികസനത്തിന്റെ മാതൃക. അതായത് ഏതാണ്ട് 8,000 ചില്ലാനും കോടി രൂപ മൊത്തം മുടക്കുമുതലാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്. 8,000 ചില്ലാനും കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ആദ്യ ഘട്ടത്തിന്റെ മുടക്കുമുതൽ. ഇതിൽ അദാനി മുടക്കുന്നത് എത്രയാ? അദാനി മുടക്കുന്നത് 2,650 കോടി രൂപയോളമാണ് മുടക്കുന്നത്. ബാക്കി ഏതാണ്ട് 65% മുടക്കുന്നത് കേരള സർക്കാരും 850 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായിട്ട് കേന്ദ്ര. CDNet ന്യൂസ്, കായംകുളം.